ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചെമ്പനീർ പൂവിലെ നമ്മുടെ ശ്രുതി അവൾ ആഗ്രഹിച്ച ആ ഒരു വീഡിയോ അവള് ആ മൊബൈലിൽ നിന്നും, സച്ചിയുടെ മൊബൈലിൽ നിന്നും എടുക്കുകയാണ്. അതിനുശേഷം തന്റെ മൊബൈലിലേക്കും അതുപോലെ തന്നെ അത് എല്ലാവരെയും കാണിക്കുകയാണ്. പ്രത്യേകിച്ച് ചന്ദ്രയെ തന്നെ ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. ചന്ദ്ര ആ വീഡിയോ കണ്ടിട്ട് ആകെ ഞെട്ടിത്തെരിച്ച് അവൾക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവള് നേരെ ഇവളുടെ വീട്ടിലേക്ക് പോവുകയാണ്. രേവതിയുടെ വീട്ടിലേക്ക് ചെന്നതിന് ശേഷം അവിടെ രേവതി അപ്പം ഉണ്ടായിരിക്കും. അപ്പൊ രേവതിയുടെ മുന്നിൽ വെച്ച് തന്നെ അവനെ, അതായത് അനിയനെ ശരത്തിനെ അടിക്കുകയാണ്. കൈകൊണ്ട് തലങ്ങും വിലങ്ങും തല്ലുകയാണ് ചന്ദ്ര. അപ്പൊ അത് കാണുന്ന അവര് വീട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇവനിങ്ങനെ തല്ലുന്നത് എന്ന് രേവതി അടക്കം എല്ലാവരും ചോദിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, എന്തിനാന്ന് നിങ്ങൾക്ക് അറിയണോ എന്നും ചോദിച്ചിട്ട് ആ വീഡിയോ അങ്ങ് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ വീഡിയോ കണ്ടിട്ട് നമ്മുടെ രേവതിയും അവരെല്ലാവരും അമ്മയും ഒക്കെ തകർന്ന് പോവുകയാണ്. നീ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടായിരുന്നുടാ നടന്നിരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് സച്ചിയുടെ വീട്ടിലും ഈ വിവരം എല്ലാവരും അറിയുകയാണ്. അപ്പോൾ സച്ചിയാണെങ്കിൽ രേവതി അവിടെ ആക്കിയിട്ട് പോകുന്നതാണ് ചന്ദ്ര. അപ്പൊ ചന്ദ്രയുടെ സമ്മതമില്ലാതെ തന്നെ രേവതിയെ കൈ പിടിച്ചു കൊണ്ടുവന്ന് സച്ചിയുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ ആ ഒരു ദേഷ്യത്തിൽ ചന്ദ്ര പറയുന്നുണ്ട്, ഇവൾ ഈ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല, ഞാൻ ഇറങ്ങുകയാണ് എന്നും പറഞ്ഞ് പെട്ടിയും പാക്ക് ചെയ്ത് അവിടെ നിന്നും ഇറങ്ങുകയാണ്. എന്തായാലും ശ്രുതിയും പുറകെ തന്നെ പോകുന്നുണ്ട്. അമ്മ പോകല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ അവൾ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ അവളുടെ പെട്ടിയൊക്കെ എടുത്ത് പോവുകയാണ്. അപ്പോൾ രേവതിയും പറഞ്ഞു നോക്കുന്നുണ്ട്, അമ്മ പോകല്ലേ, അച്ഛനോടും പറഞ്ഞു നോക്കുകയാണ്. അച്ഛ അപ്പോൾ അമ്മയോട് പോകല്ലേ എന്ന് പറയും എന്നൊക്കെ പറഞ്ഞു നോക്കുന്നതോട് ഒരു കാര്യവുമില്ല. അവൾ അങ്ങനെ ഇറങ്ങി പോകുന്ന ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും അടുത്ത ആഴ്ചയിൽ കാണാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.